ടി പി ജയചന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് തന്നെയാണ് വരുന്നത്. നോക്കൂ, ഇവിടെ ഇപ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര പുരോഗതി ആശിച്ചുകൊണ്ട് അതിനു വേണ്ടി കണ്ണീരൊഴുക്കുന്ന BJP നേതാക്കളെ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം അതിന്റെ കൃത്യമായ വ്യവസ്ഥയിൽ നൽകിയാൽ മാത്രം മതി. പക്ഷെ അത് ചെയ്യുന്നില്ല. അല്ലാണ്ട് വരിഞ്ഞു മുറുക്കിക്കൊണ്ട് RSS അജണ്ട നടപ്പാക്കാൻ വേണ്ടി സർക്കാരുകളെ പല വിധത്തിൽ ബുദ്ധിമുട്ടിച്ച് അവരെ അതിലേക്ക് പ്രേരിപ്പിക്കുന്നു എന്നതാണ് കേന്ദ്രം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട്. അതിൽ UDF സർക്കാരും പെട്ടുപോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ യുവജന സംഘടനകൾ തെരുവിലിറങ്ങി അവരെ നന്നാക്കാനും തിരുത്താനും നടത്തുന്ന കാഴ്ചയിലേക്ക് കേരളത്തെ തള്ളിവിടുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്രമല്ലേ? കേന്ദ്രത്തിനോടുള്ള ടി പി ജയചന്ദ്രൻ അദ്ദേഹത്തോടാണ്. രേണുക, ഈ ചാനലിന്റെ ആങ്കർ എന്ന നിലയ്ക്ക് നിങ്ങൾ എന്തിനാ ഇങ്ങനെ യാതൊരു ലജ്ജയുമില്ലാതെ കളവ് ആവർത്തിക്കുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി ഔദ്യോഗികമായിട്ട് എത്ര പ്രതിഷേധ കുറിപ്പുകൾ കേന്ദ്ര ഗവൺമെന്റിന് കൈമാറിയിട്ടുണ്ട് എന്ന് രേണുക വെളിപ്പെടുത്തുമോ? രേണുക 2022 കേരളത്തിലെ മുഖ്യമന്ത്രി ആദ്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് കത്തയച്ചത്. എന്താ പറഞ്ഞതെന്നറിയോ? വായ്പാ പരിധി കുറച്ചത് സംസ്ഥാനത്തിന്റെ ധനകാര്യത്തെ ബാധിക്കുന്നു എന്ന് അറിയിച്ചു. അർഹതപ്പെട്ടത് തന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല. 2023 കത്തയച്ചു. ഇത് തന്നെ ആവർത്തിച്ചു. കേന്ദ്രം വായ്പാ പരിധി അന്യായമായി നിയന്ത്രിക്കുന്ന ആരോപിച്ച് പ്രധാനമന്ത്രിക്കും ധനമന്ത്രിക്കും കത്തയച്ചു. 2024 കത്തയച്ചു. രേണുക, ഞാൻ പറയുന്നത് പബ്ലിക് ഡൊമൈനിലുള്ള രേഖയാണ്. അവസാനം സുപ്രീം കോടതി പോയി. നിങ്ങൾ ഇങ്ങനെ എന്തിനാ ഈ പളവ് ആർക്കോ വേണ്ടി ഇവിടെ ഇങ്ങനെ വാദിക്കുന്നത്? നിങ്ങൾ ആങ്കർ അല്ലേ? പിന്നെ സമയത്തിന് പരിമിതി ഉള്ളത് കൊണ്ടാ പറയുന്നത് കേട്ടു. ഗോവൻ അങ്ങനെ ക്യാപ്സൂൾ ഗോവൻ പറ്റിയതേ ഇറക്കാവൂ. നിങ്ങൾ സ്വകാര്യവൽക്കരണത്തിന് എതിരാണോ സർ? കോവളം കൊട്ടാരം ഹോട്ടൽ എന്നൊരു സ്ഥാപനം കേരളത്തിലെ പൊതുസ്വത്തുള്ളത് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടിയില്ല. നിങ്ങൾ കോവളം കൊട്ടാരം പിടിക്കുക. ഈ രാജ്യത്തെ രാജ്യത്തെ മുഴുവൻ അവസാനം കൊണ്ടോ നിങ്ങൾ പറയുന്നത്? രാജ്യത്തെ മുഴുവൻ നവരത്ന സ്ഥാപനങ്ങളും സ്വന്തം അച്ഛനായിട്ടുള്ള എഴുതി കൊടുത്തിട്ട് കോവളം കൊട്ടാരം കൊണ്ടു വന്നിരിക്കുകയാണോ സാർ? നിങ്ങൾ ആദ്യം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലക്കുള്ള പണം കൊടുക്കുക. ഏത് സർക്കാർ ഭരിച്ചാലും കേരളത്തിൽ കൊടുക്കേണ്ട പൈസ ഞാൻ പറയുന്നത് കേൾക്കാൻ സന്മനസ് കാണിക്കും. അങ്ങിത് പറയരുത്. കോവളം കൊട്ടാരം അങ്ങ് പണ്ടും ചർച്ച ചെയ്തത്. കോവളം കൊട്ടാരം ഹൈക്കോടതി വിധി അടിസ്ഥാനത്തിലാണ് പോയത്. അല്ലാതെ അംബാനിക്ക് രാജ്യം എഴുതി കൊടുത്തത് പോലല്ല. രാജ്യം എഴുതി കൊടുത്തത് പോലല്ല. ഹൈക്കോടതി വിധി എന്താ പറയോ? ഇത് നിങ്ങൾ മുഖ്യമന്ത്രി പാർലമെന്റിന് മുമ്പിൽ സമരം നടത്തിയതിനാ? പാർലമെന്റിന് മുമ്പിൽ കേരളത്തിലെ MP മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമരം നടത്തിയതിനാ? ഗോവൻ ഉത്തരം മുട്ടും. സ്റ്റീൽ കോംപ്ലക്സ് ഗോവൻ ഉത്തരം മുട്ടും. എനിക്ക് ഉത്തരം മുട്ടത്തില്ല. അങ്ങ് കോവളം കൊട്ടാരം എടുത്ത് സ്വകാര്യവൽക്കരണത്തെ കുറിച്ച് പറയുന്നത്. കേരളത്തിന് അർഹതപ്പെട്ട പണം പിരിച്ചുകൊണ്ട് ഗോവന്റെ സമയത്ത് ഞാൻ മിണ്ടില്ല. ഗോവൻ എന്നെ മിണ്ടാത്ത കോഴിക്കോട്ടെ സ്റ്റീൽ കോംപ്ലക്സ് ആരുടെ മുതലായിരുന്നു ഗോവൻ? ഇപ്പൊ ആരാ വിറ്റത്? ആരുടെ ഭരണകാലത്താ വിറ്റത്? കോമൺവെൽത്ത് കഴിയാത്തപ്പോൾ നിങ്ങൾ അവസരം വരുമ്പോ പറഞ്ഞേ ജനങ്ങൾ കേൾക്കട്ടെ. സമയം പൂർണ്ണമായും അവസാനിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. എന്തായാലും സർക്കാരിന്റെ നിലപാട് അംഗീകരിക്കില്ല എന്നതാണ് MSF ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.